ഇറാനുമായി ഒരു വലിയ കരാർ ഉണ്ടാക്കാനുള്ള നീക്കത്തിലാണെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ധാരണാപത്രത്തിൽ പുതിയ ഭേദഗതികൾ നിർദ്ദേശിക്കുന്നുണ്ട് ട്രംപ്. എന്നാൽ രാജ്യം യുദ്ധത്തിന്റെ നിഴലിൽ തന്നെയെന്നാണ് ഇറാൻ സർക്കാർ വക്താവ് വ്യക്തമാക്കുന്നത്. അതിനിടെ ഇറാഖിലെ ഇറാൻ വിരുദ്ധ മിലീഷ്യക്കെതിരെ IRGCയുടെ ആക്രമണം ഹോർമൂസ് കപ്പൽ പാതയിൽ സംഘർഷം കനക്കുന്നു. അമേരിക്കയുടെ ഡ്രോൺ വെടിവെച്ചിട്ടതായി ഇറാൻ പറയുന്നു. ദക്ഷിണ ലെബനനിലെ ബി ഫുഡ് കോട്ട പിടിച്ചെടുത്ത ഇസ്രായേൽ സേന. ലെബനനിലെ ഇസ്രായേൽ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 3412 MC നാസറുണ്ട് വിശദാംശങ്ങളുമായി. നാസർ, ഒരു വലിയ കരാർ ധാരണാപത്രത്തിലേക്ക് പല ഭേദഗതികളും നിർദ്ദേശിക്കുന്നുണ്ട് ഡൊണാൾഡ് ട്രംപ്. അടിക്കടി ഉണ്ടാകുന്ന ഈ നിലപാട് മാറ്റം ഏത് രീതിയിലായിരിക്കും സമഗ്രമായ ഒരു സമവായത്തിലേക്ക് എത്തിക്കുക? അനീഷ, ഇത് തീർച്ചയായിട്ടും വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. കാരണം ചർച്ച ഏത് സ്വഭാവത്തിൽ മുന്നോട്ട് പോകുന്നു എന്നത് സംബന്ധിച്ച കൃത്യമായിട്ടുള്ള ഒരു ധാരണ ട്രംപിന്റെ ഈ ഒരു അഭിപ്രായ പ്രകടനത്തിലുമില്ല. ഇന്നിപ്പോൾ ഫോക്സ് ന്യൂസിന് നൽകിയിരിക്കുന്ന വിശദമായിട്ടുള്ള അഭിമുഖത്തിലാണ് ഇറാനുമായിട്ടൊരു വലിയ കരാറാണ് താൻ ലക്ഷ്യമിടുന്നത്. അതിന്റെ മാർഗത്തിൽ തന്നെയാണ്. ഇനി വല്ല നിലക്കും ആ കരാർ നടക്കാതെ പോവുകയാണെങ്കിൽ എന്ത് വേണമെന്ന് തനിക്കറിയാം. അത് അമേരിക്ക നടപ്പാക്കുക തന്നെ ചെയ്യുമെന്നാണ് ഈ സൈനികമായിട്ടുള്ളൊരു നടപടി അധികം വൈകാതെ ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് തന്നെ ട്രംപ് വ്യക്തമാക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ അമേരിക്കൻ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പുതിയ ചില ഭേദഗതി നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാൻ മുഖേന ഇറാന് കൈമാറിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ആ പദ്ധതി കൂടി ആദ്യഘട്ട വെടിനിർത്തൽ വേളയിൽ തന്നെ ചർച്ചയ്ക്ക് വേണമെന്ന ഒരു പിടിവാശിയിലേക്കാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് നീങ്ങുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ അതിനോടുള്ള ഇറാന്റെ പ്രതികരണം എന്നത് വളരെ പ്രധാനമായിരിക്കും. കാരണം ഇതുവരെയും ഇറാൻ എടുത്തിരിക്കുന്ന നിലപാട് എന്നത് ആദ്യം 2 മാസത്തെ ഇടക്കാല വെടിനിർത്തൽ തുടരുക, അതോടുകൂടി ഹോർമസ് കടലിടുക്ക് തുറക്കുകയും നാവിക ഉപരോധം പൂർണ്ണമായിട്ട് പിൻവലിക്കുകയും തങ്ങൾക്ക് കൈമാറാനുള്ള സ്വത്തുവകകൾ കൈമാറുകയും വേണം. ആ 2 മാസ കാലയളവിനുള്ളിൽ ആണവ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇരു കൂട്ടർക്കുമിടയിൽ തുറന്ന ചർച്ചയാകാം എന്നതാണ് ഇറാന്റെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാട്. പക്ഷേ ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് അത് പറ്റില്ല, കുറെ കൂടി വലിയ കരാറാണ് ആദ്യഘട്ടത്തിൽ തന്നെ വേണ്ടത്. അതിനുവേണ്ടി കുറച്ച് സമയം കാത്തിരിക്കാം. കാരണം കാത്തിരുന്നാലും നല്ലൊരു കരാർ അമേരിക്കയ്ക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെയാണ് ട്രംപ് ഈ മുന്നറിയിപ്പ് നൽകുന്നത്. അമേരിക്കൻ താല്പര്യങ്ങളെ, അമേരിക്കയുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളെ സാധൂകരിക്കുന്ന ഒരു കരാറിൽ മാത്രമേ താൻ ഒപ്പുവെക്കുകയുള്ളൂ. അതല്ല എങ്കിൽ സൈനികമായിട്ട് തന്നെ ആയിരിക്കും കാര്യങ്ങൾ താൻ മുന്നോട്ട് നീങ്ങുക എന്ന് കൂടി ഇറാന് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പക്ഷേ ഇറാന്റെ ഭാഗത്ത് നിന്നിപ്പം പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ കലിബാഫ് ആവട്ടെ, ഇപ്പോൾ അല്പം മുമ്പ് സർക്കാർ വക്താവിന്റെ പ്രതികരണമാകട്ടെ, ഇതൊക്കെയും പറയുന്നത് ഇറാന്റെ താല്പര്യങ്ങൾ, ഇറാന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഇത് നിരാകരിച്ചുകൊണ്ടുള്ള ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ഉടമ്പടിയിൽ ഒപ്പുവെക്കാൻ രാജ്യം തയ്യാറാവില്ല. അതേസമയം മറ്റ് ചർച്ചകളോട് തങ്ങൾക്ക് എതിർപ്പില്ല. നയതന്ത്ര നീക്കങ്ങൾ എല്ലാ ഘട്ടത്തിലും നിരന്തരമായിട്ട് അട്ടിമറിക്കുന്നത് അമേരിക്കയാണ്. അതോടൊപ്പം തന്നെയാണ് അടിക്കടി പുതിയ ഉപാധികൾ മുന്നോട്ട് വെക്കുന്നു. അതേസമയം ചില കാര്യങ്ങളിൽ ധാരണയിലെത്തിയ ആ ഘട്ടത്തിൽ ആ ധാരണയെ പൂർണ്ണമായിട്ട് തകിടം മറിക്കുമാറ് പുതിയ ഉപാധികൾ സമർപ്പിക്കുന്നു. ഇത് അംഗീകരിക്കാനാവില്ല എന്നുകൂടിയാണ് ഇപ്പോൾ രാഷ്ട്രീയ സൈനിക നേതൃത്വം ഒരേപോലെ വ്യക്തമാക്കുന്നത്. ഇന്ന് അമേരിക്കയുടെ ഒരു ഡ്രോൺ വെടിവെച്ചിട്ടതായി IRGCയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട്. അമേരിക്ക ഇത് സംബന്ധിച്ച ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. അതേസമയം ഹോർമസ് കടലിടുക്കിൽ വലിയ തോതിലുള്ള ജാഗ്രതയിലാണ് ഇരു സേനകളും. കാരണം ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത് തങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള അധികാരത്തിൽ തന്നെയാണ് ഹോർമസ് കടലിടുക്ക്. അതിന്റെ കപ്പലുകളുടെ അനുമതി തങ്ങൾ നൽകുന്ന അതേ റൂട്ടിൽ തന്നെ പോകണം. അനുമതി ഇല്ലാതെ ഏതെങ്കിലും കപ്പലുകൾ ആ റൂട്ടിലേക്ക് വരികയാണെങ്കിൽ അതിശക്തമായിട്ടുള്ള ആക്രമണം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് ഇറാൻ സേന നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കയും ഇറാനിന്റെ തുറമുഖങ്ങളിലേക്കുള്ള ഒരു കപ്പലും തങ്ങളുടെ അനുമതി കൂടാതെ പോയില്ല. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള ആക്രമണം നേരിടേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പ് US സെൻട്രൽ കമാൻഡ് നൽകുന്നുണ്ട്. ഇന്നലെ ഒരു ഗാംബിയൻ പതാക വഹിച്ച ഇറാൻ തുറമുഖം ലക്ഷ്യമിച്ച് വന്ന ഒരു കപ്പലിന് നേരെ ആക്രമണം നടത്തുകയും ആ കപ്പലിന്റെ പ്രവർത്തനം നിശ്ചലമാക്കുകയും ചെയ്തതായിട്ട് US സെൻട്രൽ കമാൻഡ് അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ പിന്നിട്ട ഈ ഒരു 24 മണിക്കൂറിനുള്ളിൽ ഏതാണ്ട് 26ഓളം കപ്പലുകൾക്ക് കടന്നുപോകാൻ ഔദ്യോഗികമായി തങ്ങൾ അനുമതി നൽകിയതായിട്ടാണ് ഇപ്പോൾ ഇറാൻ നേതൃത്വം വിശദീകരിക്കുന്നത്. ഇറാനും ഒമാനും തമ്മിൽ ഈ കപ്പൽ പാതയുടെ നിയന്ത്രണം സംബന്ധിച്ച കൂടുതൽ ചർച്ചകൾ നടന്നേക്കുമെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തുവിടുന്നുണ്ട്. കാരണം ഈ കപ്പൽ പാത പൂർണ്ണമായിട്ടും സ്വതന്ത്രമാക്കി വിടുന്നതിനെതിരെ ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ
രാജ്യങ്ങൾ ഏതെങ്കിലും നടപടി സ്വീകരിക്കുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള ശിക്ഷാ നടപടികൾ കൈക്കൊള്ളുമെന്ന് ട്രംപും അതോടൊപ്പം തന്നെ US ട്രഷറി വകുപ്പും ഇന്നലെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ ഇത് അവഗണിച്ചുകൊണ്ടാണ് കൂടുതൽ നയതന്ത്ര സമ്പർക്കം പുലർത്താൻ ഒമാനും ഇറാനും തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ അതേസമയം ഈ ചർച്ചകൾക്ക് വലിയൊരു പ്രതിസന്ധിയായിട്ട് മാറുകയാണ് ലെബനാനിലെ ഇസ്രായേലിന്റെ ഈ യുദ്ധം വ്യാപിപ്പിച്ചുകൊണ്ടുള്ള നീക്കങ്ങളും നടപടികളും. ഇതിപ്പം ബീഫോർട്ട് കോട്ട എന്ന ദക്ഷിണ ലെബനാനിലെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു കേന്ദ്രം കൂടി തങ്ങൾ പിടിച്ചെടുത്തതായിട്ടാണ് ഇസ്രായേൽ സേന അവകാശപ്പെടുന്നത്. അതുകൂടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ദക്ഷിണ ലെബനാനിൽ കൂടുതൽ സിവിലിയൻ കൂട്ടക്കുരുതികളിലേക്ക് കാര്യങ്ങൾ നീങ്ങും. സൈന്യത്തിന് പൂർണ്ണമായിട്ടുള്ള അധികാരമാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കടന്നു കയറാനുള്ള അധികാരം താൻ നൽകിയതായിട്ടാണ് ഏറ്റവും അവസാനം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അറിയിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല അമേരിക്കയുടെ പൂർണ്ണമായിട്ടുള്ള ഏകോപനത്തിലാണ് ഇപ്പോൾ ലെബനാനിൽ നടക്കുന്ന ആക്രമണ പരമ്പരകൾ എന്നുകൂടി നെതന്യാഹു നേതൃത്വം അറിയിക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്കയുടെ അനുമതിയോടുകൂടി ഈ ലെബനാനിലും ഗസയിലും നടക്കുന്ന ആക്രമണ പരമ്പരകൾ പ്രത്യക്ഷത്തിൽ തന്നെ ഇറാൻ അമേരിക്ക ചർച്ചകൾക്ക് കൂടി തിരിച്ചടിയായിട്ട് മാറുന്ന ഒരവസ്ഥയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. വിനീഷ, അതോടൊപ്പം IRGC ഇന്ന് ഇറാഖിൽ നടത്തിയ നടപടിയുടെ വിശദാംശങ്ങൾ കൂടി നാസർ. വിനീഷ, ഈ യുദ്ധം നമ്മൾ നേരത്തെയൊക്കെ പേടിച്ചതുപോലെ കൂടുതൽ വ്യാപ്തിയിലേക്ക് നീങ്ങിയേക്കുമെന്നൊരു ആശങ്ക നേരത്തെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മറ്റ് അയൽ രാജ്യങ്ങളിലേക്ക് കൂടി ഇതിൻ്റെ പ്രധാന കേന്ദ്രങ്ങളായിട്ട് മാറുമെന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമായിട്ട് ഇപ്പോൾ ഇറാഖ് മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും ചില ആക്രമണങ്ങൾ ഇറാന് നേരെ ഉണ്ടായിരുന്നു. അതിന് തങ്ങൾ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകി എന്നാണ് ഇറാൻ IRGC ഉൾപ്പെടെയുള്ള ഇറാൻ സേനാ വിഭാഗങ്ങൾ വ്യക്തമാക്കുന്നത്. ഇന്നിപ്പോൾ ഏത് സ്വഭാവത്തിലുള്ള മിലീഷ്യകൾക്കെതിരെയാണ് ആക്രമണം നടന്നത്, ആക്രമണം ഏത് കേന്ദ്രങ്ങളിലാണ് ഇറാഖിലെ എന്നത് സംബന്ധിച്ച ഔദ്യോഗികമായിട്ടുള്ളൊരു വിശദീകരണം ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതിശക്തമായിട്ടുള്ളൊരു തിരിച്ചടിയാണ് ഇറാഖിലെ മിലീഷ്യ വിഭാഗത്തിനെതിരെ തങ്ങൾ നടത്തിയത് എന്നാണ് IRGCയുടെ പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ പിന്തുണയുള്ള ഒരു സേനയാണോ ഇറാഖിൽ നിന്ന് പിന്നെ തങ്ങളുടെ അതിർത്തി മറികടന്നുകൊണ്ട് ഇറാന് നേരെ ആക്രമണം നടത്തിയത് എന്ന കാര്യത്തിൽ ഇനിയും കൂടുതൽ വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ ഇറാഖ് ഔദ്യോഗികമായി തങ്ങളുടെ അയൽരാജ്യവുമായിട്ട് ഏറ്റവും നല്ല ബന്ധമാണ് തങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത്. അതിനെ തകിടം മറിക്കാനോ തങ്ങളുടെ മണ്ണ് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അയൽ രാജ്യമായിട്ടുള്ള സൗഹൃദ രാജ്യമായിട്ടുള്ള ഇറാനെതിരെ നടപടി കൈക്കൊള്ളാൻ ഒരു മിലീഷ്യ വിഭാഗത്തെയും തങ്ങൾ അനുവദിക്കുകയില്ല എന്ന് വളരെ ശക്തമായിട്ടുള്ളൊരു മുന്നറിയിപ്പാണ് ഇറാഖ് നേതൃത്വം നൽകിയിരിക്കുന്നത്. പക്ഷേ നിലവിലുള്ള ഇറാഖ് രാഷ്ട്രീയത്തിലെ അസ്ഥിരത മുതലെടുത്ത് കൂടുതൽ സംഘർഷപൂർണ്ണമായിട്ടുള്ള ഒരവസ്ഥ ഇറാഖിൽ കൂടി രൂപപ്പെടുകയാണെങ്കിൽ ഈ മേഖലാ യുദ്ധം കുറെ കൂടി വ്യാപ്തിയിലേക്ക് നീങ്ങാനുള്ള ഒരു ആശങ്ക കൂടി പിന്നെ രാഷ്ട്രീയ നിരീക്ഷകരും സൈനിക നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട്. വിനീഷ, ഹോർമൂസ് മേഖലയിലെ നിലവിലത്തെ അവസ്ഥ എന്താണ് നാസർ? സംഘർഷത്തിന്റെ ഒരു അവസ്ഥ എങ്ങനെയാണ്? കപ്പൽ ഗതാഗതം ഏത് രീതിയിലാണ്? വിനീഷ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രണ്ട് രാജ്യങ്ങൾ ഇപ്പോൾ ഒമാനും ഇറാനുമാണ് ആ കപ്പൽപാതയുടെ പൂർണ്ണ നിയന്ത്രണം, അല്ലെങ്കിൽ അവരുടെ സമുദ്രാതിർത്തി കൂടിയാണ്. ഈ രണ്ട് രാജ്യങ്ങളുടെയും സുരക്ഷയുമായിട്ട് ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കപ്പൽ മേഖല കൂടിയാണിത്. അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ പരമാധികാരം ഈ മേഖലയിൽ തങ്ങൾ നിലനിർത്തും. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. ഒരു ചർച്ചയ്ക്കും തങ്ങൾ അതുമായി ബന്ധപ്പെട്ട് തയ്യാറല്ല എന്ന് അസന്നിഗ്ധമായി തന്നെ ഇറാൻ വ്യക്തമാക്കുന്നത്. ഒമാനുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വലിയ തോതിലുള്ള ആശയ വിനിമയമാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഇനിയും തുടരും. ഒരു കപ്പൽ ഈ മേഖലയിലൂടെയുള്ള കപ്പൽ പാത, അതിലൂടെയുള്ള കപ്പൽ സഞ്ചാരത്തിന് കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡം ഒമാനുമായി ആലോചിച്ചുകൊണ്ടാവും തങ്ങൾ നടത്തുക എന്നാണ് ഇറാൻ നേതൃത്വം അറിയിച്ചത്. പക്ഷേ ഇതിന് ഘടകവിരുദ്ധമായിക്കൊണ്ട് ഈ മേഖലയിൽ കപ്പൽ പാത സ്വതന്ത്രമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഒരു രാജ്യത്തിനും അതിൻ്റെ ഉടമസ്ഥാവകാശമോ അതിൻ്റെ നടത്തിപ്പ് ചുമതലയോ ഏറ്റെടുക്കാൻ അനുവദിക്കുകയില്ല. അങ്ങനെ ഏതെങ്കിലും രാജ്യം, ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യം അതിന് തുനിഞ്ഞാൽ മറ്റു രാജ്യങ്ങൾ പോലെ ഒമാൻ പെരുമാറിയിട്ടില്ലെങ്കിൽ ഒമാനെ തകർക്കുന്ന നടപടികൾ ഉണ്ടാകുമെന്ന് ട്രംപ് ഇന്നലെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. തുടർന്ന് US ട്രഷറി വകുപ്പും കൂടുതൽ കടുത്ത നടപടികൾ ഉണ്ടാകും. ഒമാൻ ഇറാനുമായിട്ട് കൈകോർത്തുകൊണ്ട് ഈ കപ്പൽപാതയുടെ കാര്യത്തിൽ അവകാശവാദങ്ങൾ ഉയർത്തരുത് എന്ന പരോക്ഷമായിട്ടുള്ള താക്കീതാണ് അമേരിക്ക നൽകിയിരിക്കുന്നത്. പക്ഷേ ഇത് ഒമാൻ എന്ന പരമാധികാര രാജ്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ്. അതിനെ തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നും ഒമാൻ ജനതയ്ക്കും ഒമാൻ എന്ന രാജ്യത്തിനും പൂർണ്ണ പിന്തുണ
പിന്തുണ തങ്ങൾ നൽകുന്നതായിട്ടും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. കപ്പൽപാതയിൽ വലിയ സംഘർഷം രൂപപ്പെട്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ 2-3 കപ്പലുകൾക്കെതിരെ ആക്രമണം നടന്നിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സംഘർഷം അവിടെ വലിയ തോതിൽ തന്നെ തുടരുന്നത്. അതേസമയം ഇറാന്റെ ഔദ്യോഗികമായിട്ടുള്ളൊരു റിപ്പോർട്ട് പ്രകാരം ഏതാണ്ട് 23ഓളം കപ്പലുകളാണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഈ കപ്പൽ പാതയിലൂടെ തങ്ങളുടെ അനുമതിയോടുകൂടി കടന്നുപോയിരിക്കുന്നത് എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. അതോടൊപ്പം ആ കപ്പലുകളിൽ നിന്ന് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഫീസ് ഇറാൻ ഈടാക്കിയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം ഇറാന്റെ ഭാഗത്തു നിന്നോ അതല്ല മറ്റ് കപ്പൽ കമ്പനികളുടെ ഭാഗത്തു നിന്നോ ഇനിയും ലഭ്യമായിട്ടില്ല. വിനിഷ, അതോടൊപ്പം തന്നെ ലെബനനിൽ മരിച്ചവരുടെ എണ്ണം 3412 കടന്നു എന്ന് പറയുന്നത് ആശങ്കപ്പെടുത്തുന്ന ഒരു കണക്ക് കൂടിയാണല്ലേ നാസർ? വിനിഷ, തീർച്ചയായിട്ടും. കാരണം 3400-ലധികം പേരെയാണ് ഇസ്രായേലും അമേരിക്കയും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മേഖലയിൽ യുദ്ധത്തിലൂടെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. കാരണം ഒരു കരാർ നിലവിലുള്ള ഒരു ഘട്ടത്തിൽ പോലും കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന ആക്രമണത്തിലൂടെ ഏറ്റവും ചുരുങ്ങിയത് 400-ലധികം പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഹിസ്ബുല്ല കേന്ദ്രങ്ങൾക്ക് നേരെയാണ് തങ്ങളുടെ ആക്രമണമെന്ന് ഔദ്യോഗികമായിട്ട് ഇസ്രായേൽ നേതൃത്വം വിശദീകരിക്കുന്നുണ്ടെങ്കിലും ഫലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ഗ്രാമീണ ജനതയെ പൂർണ്ണമായിട്ട് ഉന്മൂലനം ചെയ്തുകൊണ്ടാണ് ഈ ദക്ഷിണ ലബനാനിലുള്ള കടന്നുകയറ്റം ഇസ്രായേൽ സേന തുടരുന്നത്. അമേരിക്കയുടെ പൂർണ്ണ അനുമതിയോടുകൂടിയാണ് തങ്ങൾ ഈ കുരുതി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇസ്രായേൽ സൈനിക രാഷ്ട്രീയ നേതൃത്വം സമ്മതിക്കുമ്പോൾ വളരെ കൃത്യമാണ് കാര്യങ്ങൾ. പൂർണ്ണമായിട്ടും ഒരു ഗ്രേറ്റർ ഇസ്രായേൽ പദ്ധതി നേരത്തെ തന്നെ നെതന്യാഹു പ്രഖ്യാപിച്ചതാണ്. കൂടുതൽ രാജ്യങ്ങളിലേക്ക് തങ്ങളുടെ കടന്നുകയറ്റം വ്യാപിപ്പിക്കുക, അവിടെ അധിനിവേശം ഉറപ്പാക്കുക, അവിടുത്തെ സിവിലിയൻ സമൂഹത്തെ അഭയാർത്ഥികളാക്കി മാറ്റുക, എന്നിട്ട് ആ പ്രദേശത്തിന്റെ മേൽ പൂർണ്ണമായിട്ടുള്ള ഒരു മേൽക്കോയ്മ സ്ഥാപിക്കുക എന്ന ഇസ്രായേലിന്റെ ഭാവി പദ്ധതി. ആ പദ്ധതിയാണ് നെതന്യാഹു നേരത്തെ മുതൽ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് അമേരിക്കയുടെ പൂർണ്ണ ആശീർവാദമുണ്ട് എന്നുകൂടിയാണ് ഈ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 3400-ലധികം സാധാരണ മനുഷ്യർ കൊല്ലപ്പെട്ടു എന്ന ആ ഞെട്ടിക്കുന്ന കണക്ക് ആ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വിനീഷ, ശരി. MC നാസറാണ് സമഗ്രമായ വിശദാംശങ്ങൾ ദുബായിൽ നിന്നും പങ്കുവച്ചത്.